Welcome to Recipes for Easy Cooking. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഗോതമ്പ് മാവ് എടുക്കാം. 3/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. സാധാരണ 1 കപ്പ് മൈദ എടുക്കുമ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാറുള്ളത്. നിങ്ങൾ മധുരം താല്പര്യമുള്ളവരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര എടുക്കണം. 1/2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. ബീട്രൂട്ടും പഴവും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നോക്കിയിട്ട് വേണം പാല് ചേർക്കാൻ. 1/4 കപ്പ് എണ്ണ എടുത്തിട്ടുണ്ട്. 3 മുട്ട എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഇതുണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന മുട്ടയാണെങ്കിൽ നേരത്തെ തന്നെ എടുത്ത് വെളിയിൽ വയ്ക്കണം. 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും വേണം. ഞാനിതിൽ 1/2 കപ്പ് ബീട്രൂട്ട് കൂടെ ചേർക്കുന്നുണ്ട്. ബീട്രൂട്ട് ചേർക്കുമ്പോൾ അതിനെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചേർക്കണം. സാധാരണ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതുപോലെ ഒരു പഴം കൂടെ ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് അധികം പഴുത്തു പോകാത്ത പഴമാണ്. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് പഴുക്കാത്തതായതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിതിൽ അല്പം കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ദിവസവും അല്പം കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പാത്രത്തിൽ അല്പം എണ്ണ തേച്ച ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ചൂടാക്കാൻ വെക്കണം. അതിനായിട്ട് ഞാൻ ഇതുപോലെ അടിവശം നല്ല കട്ടിയുള്ള ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഉപയോഗശൂന്യമായ കുക്കറാണെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഈ പാത്രത്തിനകത്തേക്ക് ഇതുപോലെ ഒരു വളയം കൂടെ ഇറക്കി വയ്ക്കുന്നുണ്ട്. ഇതിന് മുകളിലാണ് കേക്ക് വയ്ക്കുന്നത്. കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് പാത്രം ഒരു 5 മിനിറ്റോളം ചൂടാക്കണം. കേക്ക് മിക്സ് തയ്യാറാക്കാനായിട്ട് എടുത്തു വച്ചിരിക്കുന്ന മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ടയിൽ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ബീറ്റ് ചെയ്ത ശേഷം എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടെ ചേർത്ത ശേഷം പഞ്ചസാര നന്നായിട്ട് അലിയുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ ശേഷം എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് എണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണ ചേർത്ത ശേഷം ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. എണ്ണ കൂടി ചേർത്ത് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം ഞാനിതിൽ 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. ഇതിനെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം മാവ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. മാവ് ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കാം. പഴം ചേർത്ത ശേഷം ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ബീട്രൂട്ട് കൂടെ ചേർത്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പഴവും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്തതുകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ 1/4 കപ്പോളം പാല് കൂടെ ചേർക്കുന്നുണ്ട്. ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത ശേഷം എടുത്തു വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മിക്സ് ചെയ്ത ശേഷം എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. പാത്രം ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഇത് ചെയ്യാൻ. ഞാനിപ്പോൾ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം. 30 മിനിറ്റ് കഴിയുമ്പോൾ റെഡിയായോ എന്നറിയാനായി പാത്രം ഒന്ന് തുറന്നു നോക്കണം. ഇപ്പോൾ കേക്ക് റെഡിയായിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം തണുക്കാനായി മാറ്റി വയ്ക്കാം. ഇപ്പോൾ കേക്ക് ഇതുപോലെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ ഹെൽത്തി.